ഇറാന്റെ പക്കലുള്ള മുഴുവൻ യുറേനിയം അമേരിക്കയ്ക്ക് പൂർണ്ണമായും കൈമാറണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അത് നൽകാത്ത പക്ഷം ഒരു ചർച്ചയ്ക്കും തങ്ങൾ ഇനി തയ്യാറാകില്ല എന്നും മാത്രമല്ല ഇതൊന്നും നിലനിൽക്കില്ല എന്നും കൂടുതൽ ഉപരോധങ്ങൾ തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇവിടെ US നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. യുറേനിയം ഇനി ഇറാൻ US-നെ ഏൽപ്പിക്കണമെന്നും എന്നാൽ ഇറാൻ ആകട്ടെ ഇത് സുരക്ഷിതമായ ഒരിടത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. അവ പുറത്തെടുക്കാൻ ഇറാൻ പേടിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെയാണ് യുറേനിയം ഒരു തുറുപ്പ് ചീട്ടാക്കിക്കൊണ്ട് മറ്റൊരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇവിടെ ഇറാൻ നടത്തുന്നതെന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കാൾ അമേരിക്ക ഭയപ്പെടുന്നത് കടലിടുക്കിലെ ഇറാന്റെ മേൽക്കൈയാണോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യുറേനിയം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു വെടിനിർത്തൽ കരാർ 16 ദിവസത്തേക്ക് അത് നീട്ടി നൽകിക്കൊണ്ട് അത് 16 ദിവസത്തേക്ക് കടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി കൂടുതലായി തന്നെ രൂക്ഷമായി തന്നെ അലയടിക്കുകയും ചില ചോദ്യങ്ങളടക്കം പ്രസക്തമാവുകയുമാണ് ചെയ്യുന്നത്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള യുറേനിയം പൂർണ്ണമായും കൈമാറണമെന്ന കർശനമായ ആവശ്യം US മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വഴിമാറുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ സൂചനയായി തന്നെ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട് എന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇറാന് മേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്ന ഓപ്പറേഷൻ എക്കണോമിക് റെജ US ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഇറാൻ കീഴടങ്ങണമെന്നും യുറേനിയം കൈമാറണമെന്നും ഇവിടെ ട്രംപ് വലിയൊരു കടുത്ത നിലപാടിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന് താൻ ഉദാരമായ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നും ഇവിടെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടി നൽകിയിരുന്നുവെങ്കിൽ പുതിയ സമയപരിധി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല എന്നും ഇത് അവിടെ നയതന്ത്രപരമായ ആശയക്കുഴപ്പങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി തന്നെ പാകിസ്ഥാൻ പുതിയ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്ത പക്ഷം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആകട്ടെ 2 കപ്പലുകൾ പിടിച്ചെടുത്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഈ നടപടിയെ കടൽ കൊള്ള എന്നതായിരുന്നു വൈറ്റ് ഹൗസ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള നീക്കം തടയാൻ അമേരിക്കൻ നാവികസേന ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയും ഇതുവരെ 31 കപ്പലുകളെ അമേരിക്കൻ സേന തടയുകയോ അല്ലെങ്കിൽ അവിടെ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ഈ പ്രതിസന്ധിക്കിടെ തന്നെ അമേരിക്കൻ നേവി സെക്രട്ടറി ജോൺ സി ലെഫൻ അപ്രതീക്ഷിതമായി തന്നെ രാജിവെക്കുകയും ചെയ്തത് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണ പദ്ധതികളെ അവിടെ തകർക്കാനാണ് പല രീതിയിലുമുള്ള ശ്രമങ്ങൾ നടത്തിയതായും മാത്രമല്ല നിലവിലെ വലിയ രീതിയിലുള്ള സേവനം ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് വന്ന അമേരിക്കൻ നേവി സെക്രട്ടറി ആകട്ടെ അദ്ദേഹത്തിന് പകരമായി തന്നെ മറ്റൊരു വ്യക്തിയെ അവിടെ താൽക്കാലിക ചുമതലയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.